അങ്ങനെ റെഡിയായി. അപ്പം റെഡിയായി വീട്ടിൽ ഇറങ്ങാൻ നോക്കുകയാണ്. സ്കൂള് വിടുമ്പോഴേക്കും അവിടെ എത്തുമായിരിക്കും വിചാരിക്കുന്നു. കാറിൻ്റെ ചാവി, കുറച്ച് പൈസ. അയ്യോ, ചെരുപ്പ് എവിടെയാണ്? 2 നായ്ക്കുട്ടികളുണ്ട്. അപ്പോൾ അവരെ പേടിച്ച് ചെരുപ്പ് പുറത്ത് വെക്കൂല, അവർ കടിച്ചോണ്ട് പോകും. അതുകൊണ്ട് ചെരുപ്പ് ഉള്ളിൽ വെക്കുക. ഞാൻ പിന്നെ മറ്റേ ചില എനിമി സ്ത്രീകൾ പറയുന്ന പോലും ഇവിടെ കൊണ്ടുവച്ച് ഷൂ ഇടുമ്പം നന്നായിട്ട് കൊലായിൽ പൊടി അടിച്ചു വരാനും മറന്നു. അപ്പോൾ എനിമി സ്ത്രീകൾ പറയുമ്പോൾ ഡ്രസ്സിനനുസരിച്ച് ചെരുപ്പൊക്കെ ധരിച്ച് പോകുന്നതാണ് കേട്ടോ. ഞാൻ അങ്ങനെയാണ്. ചാടി ഞാൻ അങ്ങനെയാണ് ഗൈസ്. ചെരുപ്പിനനുസരിച്ച് ഡ്രസ്സിനനുസരിച്ച് ചെരുപ്പ്. ഗൃഹമായിരുന്നു മേടിച്ച ചെരുപ്പാണ്. ഡ്രസ്സിനനുസരിച്ച് കളറാണ്. ആരോ വിചാരിക്കും ഞാൻ ഇങ്ങനെയൊക്കെ നടക്കുകയാണ്. സെലിബ്രിറ്റി ആണല്ലോ, സെലിബ്രിറ്റി. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ നടക്കേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പം അങ്ങനെയാണ്. കാറെടുത്തിട്ടാട്ടോ പോണത്. അറിയാമല്ലോ, സാധനം കൊണ്ടുവരുമ്പോൾ കാറെടുത്തിട്ടാണല്ലോ പോകുന്നത് എന്ന് പറയണ്ട. വീടിൻ്റെ ചാവി വെച്ചു, പൈസ വെച്ചു, ഡ്രസ്സിനനുസരിച്ചിട്ടുള്ള കളർ ഫോൺ വെച്ചു. ഫോൺ സീറ്റിൽ വെക്കാം. ഇനി എൻ്റെ ഫോൺ വെച്ചു. മെല്ലെ ചവിട്ടി ഇറങ്ങുന്ന ഫോണ് താഴെപ്പോ ഉണ്ടാന്ന് വിചാരിച്ചിട്ടാട്ടോ ഗൈസ്. അപ്പം അങ്ങനെയാണ്. ഞാൻ എൻ്റെ കാറ് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു. താറെടുക്കണം എന്നൊരാഗ്രഹമുണ്ട്. താറെടുത്താലോ എന്ന് വിചാരിക്കുന്നു. താറുണ്ടല്ലോ, മഹേന്ദ്ര താർ. പക്ഷെ എനിക്ക് പ്രശ്നം എന്താ വെച്ചാൽ മൈലേജ് കിട്ടില്ല. എനിക്കല്ല കേട്ടോ, കമ്പനി 10 പറയുന്നത് മൈലേജ്. ലക്ഷറി ആണല്ലോ താറെന്ന് പറയുന്നത്. കമ്പനി മൈലേജ് പറയുന്നത് സീറ്റ് ബെൽറ്റ് ആണ്. കമ്പനി 10 മൈലേജ് പറയുന്നത്. കമ്പനി 10 പറഞ്ഞാൽ നമുക്കൊരു 8, 7 ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ ഒന്ന് എനിക്ക് പൂനൂർ പോയിട്ട് വരണമെങ്കിൽ തന്നെ എത്ര പൈസയാവും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. പൂനൂർക്ക് 30 കിലോമീറ്റർ ഉണ്ട്. 7 കിലോമീറ്റർ ആണ് കിട്ടുക. 105 ഉറുപ്പ്യ എങ്ങാണ്ടല്ലേ പെട്രോളിന്. അതൊക്കെ വിചാരിച്ചിട്ട് എനിക്ക് താറ് വേണ്ട, എനിക്ക് ഷിഫ്റ്റ് തന്നെ മതി. ഷിഫ്റ്റ് എനിക്ക് 15 എന്തായാലും കിട്ടും കേട്ടോ. അരുണാകുമ്പോൾ ഒരു 12, 15 18 ആ ഒരു റേഞ്ച് കിട്ടും തോന്നുന്നു എനിക്ക്. അരുണിന് പറ്റ കുറവാണ്, കാരണം അമ്മ അതിൽ പോക്കാണല്ലോ. ഞാൻ പിന്നെ ഒരു നൈസിലങ്ങ് പോകലാണല്ലോ. അതാണ് ലക്ഷറി വണ്ടിയാണത്. അപ്പം ഞാൻ പിന്നെ ഹൈവേയിലെത്തി. അപ്പം പിന്നെ പോട്ടെ, നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ച് പോകുന്നതിനെക്കാട്ടിലും ഒരു
മ്യൂസിക്കൊക്കെ ഇട്ട് അങ്ങനെ പോകുമ്പോൾ ഒരു സുഖമുള്ള ഒരു പരിപാടിയാണ്. അവർ പാട്ടൊക്കെ കേട്ട് നൈസായിട്ട് ഇങ്ങനെ പോകുക എന്ന് പറയുന്നത് ഒരു സുഖമുള്ള പരിപാടിയാട്ടോ. ആ ഒരു ഫീല് പോയവർക്കേ പറഞ്ഞാൽ മനസ്സിലാവുള്ളേ. അങ്ങനെ ഞാൻ പോട്ടെ. അവിടെ എത്തിയിട്ട് സാധനങ്ങളൊക്കെ എടുക്കുക, പിള്ളേരുടെ സ്കൂളിൽ നിന്ന് കയറുക, തിരിച്ച് വീട്ടിൽ പോവുക. ചിലപ്പോൾ ഞാനൊരു ചെറിയൊരു ഷോപ്പിംഗ് നടത്തും. ഷോപ്പിംഗ് നടത്തുമെന്ന് പറയാൻ കാരണം വേറൊന്നും അല്ല, കഴിഞ്ഞ പ്രാവശ്യം ഗുരുവായൂർ പോയ സമയത്ത് പുതിയ ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു എനിക്ക് ഇടാൻ. അപ്പൊ ഇനിയിപ്പോൾ അവനപ്പോൾ ആ ഡ്യൂട്ടി കിട്ടുക എന്ന് പറയാൻ പറ്റൂല. ഡ്യൂട്ടി കിട്ടിയാൽ ഞാൻ അവൻ്റെ കൂടെ ഗുരുവായൂർക്ക് പോകും. അപ്പൊ കണ്ണ് കാണാൻ പോകുമ്പോൾ പുതിയ ഡ്രസ്സ് ഇടണ്ടേ, അതുകൊണ്ടൊരു ഡ്രസ്സ് മേടിച്ച് വെക്കണം എക്സ്ട്രാ എന്നുള്ളത് ഒരു ആഗ്രഹമാണ്. അതുകൊണ്ട് അമ്പാണ് ഗൈസ്. മിക്കവാറും ഫോൺ ഇപ്പോൾ വെക്കും ഇല്ല. അപ്പം അതുകൊണ്ട് ഒരു ചെറിയൊരു പർച്ചേസിങ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. മക്കളെൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ അപ്പോഴേക്കും എത്തുമെന്ന് വിചാരിക്കാം. ബൈപ്പാസിൽ കൂടി ഇറങ്ങാം, പക്ഷെ അവിടെ ഭയങ്കര റോഡ് ഇറങ്ങുന്നിടത്ത് ഭയങ്കര പ്രശ്നമാണ്. അതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നുള്ളത്. അപ്പോൾ ഞാൻ നല്ല വൈൻഡപ്പ് ചെയ്യട്ടെ കേട്ടോ. ബാക്കി വിശേഷം നമുക്ക് പറഞ്ഞു തരാം. ഓക്കെ.